ആഘോഷിക്കുകയും ചെയ്യും. ഭാരതത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുകയും ഞാൻ ഭാരത പൗരൻ എന്ന നിലയിൽ എൻ്റെ കടമകൾ നിർവഹിക്കും. പദ്ധതികളെ കുറിച്ച് കൂടുതൽ വിവരിച്ചാൽ സമയം ഒരുപാട് എടുക്കും. നമുക്കറിയാം, ഒരു അങ്കണവാടി വഴി പോഷകാഹാരം നൽകി ആ കുട്ടിയെ പ്രസവിക്കുമ്പോൾ മാതൃവം സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയിൽ കൂടി സൗജന്യ വിദ്യാഭ്യാസം നൽകി ആ +2 വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലൈഫ് എന്നേ വിളിക്കും. ദീനദയാൽ ഗ്രാമജ്യോതി ഉണ്ടായിരുന്നു. അത്തരത്തില് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചു. ഇതൊക്കെ പേര് വേണ്ട, ഓരോരുത്തരും ഓരോ ബ്രാൻഡ് അംബാസഡർമാരായ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അതുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ അത് എല്ലാവരും എടുക്കാൻ വേണ്ടത് നമുക്ക് ആധാറിന്റെ ഒരു കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, 2 ഫോട്ടോ വേണം. അവരും അത് എടുക്കാൻ ശ്രമിക്കും. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത് വെച്ചാൽ ചിട്ടിയാണ്. റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന സ്കീമാണ് നമുക്കുള്ളത്. അത് നമുക്ക് 100 രൂപ തൊട്ട് എത്ര അടയിലും 100ന്റെ ഗുണിതങ്ങളായിട്ട് അതൊക്കെ മാറി. ഇപ്പൊ നമുക്ക് ആളെ കിട്ടാൻ പാടുള്ളതുകൊണ്ട് റബ്ബർ ബോർഡിന്റെ കമ്പനികൾ പ്രവർത്തിക്കും. ഈ കമ്പനികൾ എന്ന് പറഞ്ഞാൽ റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞ സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. പെട്ടെന്ന് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ ആരും കണ്ടില്ല. കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അവകാശിക്ക് 2 ലക്ഷം രൂപ കിട്ടും.